അപ്പൊ ലോകം തന്നെ നെട്ടിച്ച ഒരു അപകടമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് ഈ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് വന്ന് ഇടിച്ച് തകർത്തത്. അപ്പോൾ എന്താണ് ഇടിച്ച് തകർക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്കൊന്ന് ചെകഞ്ഞ് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് നേരെ പ്രവേശിക്കാം. നിങ്ങൾക്ക് ആ വീഡിയോന്റെ ഒരു ചെറിയ വിഷ്വൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കപ്പിൽ ഇടിച്ചൊരു ന്യൂസ് എന്ന് പറയുന്നത് ആസ് പെർ മൈ നോളജിൽ എൻ്റെ ഒരു പ്രഡീക്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഒരു കപ്പിൽ ഇടിക്കാനുള്ള സാധ്യത, കാരണം അവർ ഇടിച്ചത് എന്തായാലും ഒരു കമ്പനി പുറത്ത് വിടൂല എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ലൈറ്റ് പോയും വന്നു കാണുമ്പോൾ തന്നെ ഒരു വിധം ഇപ്പോൾ നമ്മുടെ പോലുള്ള ജോലിക്കാർക്ക് അറിയാം ബ്ലാക്ക് ഔട്ട് ആണ്. കാരണം ബ്ലാക്ക് ഔട്ട് ആയി എന്നുള്ളതാണ് അവർ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഔട്ട് ആയത്, എന്താണ് സംഭവം, കാര്യങ്ങളൊന്നും അവർ പുറത്ത് വിടൂല. ബ്ലാക്ക് ഔട്ട് ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും അവരെ ഒരു ശ്രദ്ധക്കുറവ് കാരണമോ ഭാഗപ്പിഴവ് കാരണമോ അപകടം സംഭവിക്കില്ല. കാരണം ആ കപ്പലിൽ ഓൺബോർഡ് പൈലറ്റ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൈലറ്റ് ഓൺബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കണിശമായ റൂട്ടിലാണ് ഈ പൈലറ്റ് ക്യാപ്റ്റന് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കനാലിലൂടെ പാസിങ്, ആ ഒരു പാലത്തിൻ്റെ അടിയിലൂടെ പാസിങ് പോകുന്നത്. അപ്പോൾ ഈ പൈലറ്റും ഓൺബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാപ്റ്റനും അത്രയും കണിശമായി നോക്കിയിട്ടും ഈ ഒരു ബ്ലാക്ക് ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈലറ്റ് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കണിശമായിട്ടാവും അവർ ആ നാവിഗേഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കനാലിലെ പാലത്തിൻ്റെ താഴത്തൂടെ അവർ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈലറ്റിന് സഹായം വേണമെന്നുണ്ടെങ്കിൽ അത്രയും കണിശമായിട്ട് അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ആ കപ്പൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ കപ്പൽ ഒന്നുകൂടി വീഡിയോ പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം. ആ കപ്പൽ വരണ സമയത്ത് കണ്ടോ ലൈറ്റുകളെല്ലാം ഉണ്ട്. പെട്ടെന്നാണ് ആ ലൈറ്റുകളൊക്കെ പോയത്. അപ്പോൾ ലൈറ്റുകളൊക്കെ പോയ മീൻസ് ബ്ലാക്ക് ഔട്ട് ആയി എന്നാണ് ഇതിനർത്ഥം. കാരണം ഇതിൽ ന്യൂസിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെകരെടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്നു ബ്ലാക്ക് ഔട്ട് ആയി പോയെന്നുള്ളത്. ബ്ലാക്ക് ഔട്ട് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനറേറ്റർ പെട്ടെന്ന് ഓഫായി പോകും, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കപ്പലുകളൊക്കെ ഇതിൻ്റെ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ കപ്പലുകളോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ സ്റ്റിയറിങ്ങുകൾ, അതുപോലെ തന്നെ ഈ കൺട്രോൾ സിസ്റ്റം പാനലുകളൊക്കെ ഒരുവിധം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനറേറ്റർ മുഖാന്തരമാണ്. കാരണം കറണ്ട് ബില്ലും കാര്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലെ പോലെ. അപ്പോൾ ആ ജനറേറ്റർ പെട്ടെന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്റ്റിയറിങ്ങിന് കൺട്രോൾ സിസ്റ്റം പോയി, അതിൻ്റെ കൺട്രോൾ സിസ്റ്റങ്ങൾ, അങ്ങനെ നാവിഗേഷന്, അങ്ങനെ പല കാര്യങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. പിന്നെ എമർജൻസി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഒരുവിധം സമയമാവും. അപ്പോൾ ആ കപ്പൽ ഒരു ജനറേറ്റർ മാത്രം ആവില്ല, സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒന്നിലധികം ജനറേറ്ററുകളും അതുപോലെ തന്നെ എമർജൻസി ജനറേറ്ററുകളും വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. കാരണം ആ ഒരു ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ആ ഒരു അതിലുള്ള എഞ്ചിനീയർ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സും അതിലെ ജീവനക്കാരും ഓടി വന്ന് അടുത്ത ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു കൺട്രോൾ വന്നപ്പോഴേക്കും ആ ജനറേറ്ററും പോയി എന്നാണ് തോന്നുന്നത്. കാരണം വീണ്ടും ആ ഒരു ബ്ലാക്ക് ഔട്ടിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് വീണ്ടും വന്നു, വീണ്ടും ലൈറ്റ് ഓഫായി പോയി. എന്നിരുന്നാലും ഈ ലൈറ്റ് ഇത് കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രണ്ടാമത് വീണ്ടും പെട്ടെന്ന് തന്നെ അത്ര സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ലൈറ്റ് തിരിച്ച് കത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കണിശമായിട്ട് അത്രയും ക്വിക്കായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചീഫ് എഞ്ചിനീയർ. കാരണം വീണ്ടും ലൈറ്റ് തിരികെ വന്നു, അവർ കൺട്രോൾ നോക്കി, വീണ്ടും പോയി. ആ ഒരു ചീഫ് എഞ്ചിനീയറുടെ ആ ഒരു കപ്പലിലെ ക്യാപ്റ്റൻ്റെയും ഒരു നിർഭാഗ്യം എന്താ പറയട്ടെ, വീണ്ടും ആ ലൈറ്റ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് എമർജൻസി ജനറേറ്റർ സ്റ്റാർട്ടാക്കിയിട്ട് കൺട്രോൾ കൊടുത്തപ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു കപ്പൽ ഇടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തേക്ക് പോവാന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വണ്ടി ഓടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ട്, ഒരു കാറ് ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാരിങ് തിരിച്ചിട്ട് തിരിയണില്ല, ബ്രേക്ക് ചവിട്ടിയിട്ട് ബ്രേക്ക് അപ്ലൈ ആവുന്നില്ല, പിന്നെ ഗിയർ ഡൗൺ ചെയ്തിട്ടൊന്നും പറ്റണില്ല, ഈ സെയിം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ണു മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് കപ്പൽ ഇതുപോലെയൊക്കെ ഈ ബ്ലാക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. ആ കപ്പലിൽ ആകെ ഒരു ഓപ്ഷൻ, ബ്രേക്ക് ചവിട്ടാൻ ഒരു ഓപ്ഷൻ കപ്പലിനില്ല. പിന്നെ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ത്രസ്റ്റ് അടിച്ചിട്ട് നിർത്തുക എന്നാണ്. കാരണം ഇച്ചിരി സ്പീഡ് പോണ കപ്പൽ ആ ഒരു എന്തെങ്കിലും അപകടം കാണുമ്പോൾ അത് റിവേഴ്സ് അടിച്ച് വരുമ്പോഴേക്കും അത് അതിൻ്റെ സ്ഥാനത്തൊക്കെ പിടിച്ച് തെറിപ്പിച്ച് പോലെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ റിവേഴ്സ് അടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു മൈൽ ദൂരന്നെങ്കിലും
ഇത് സ്ലോ ഡൗൺ ചെയ്യണം, ഹെഡ് അതുപോലെ സ്ലോ ഡൗൺ ചെയ്ത് ന്യൂട്രൽ കഴിഞ്ഞ് പിന്നെയാണ് അവർക്ക് റിവേഴ്സ് ടെസ്റ്റ് ഹെഡിങ് കാര്യങ്ങളൊക്കെ അടിച്ച് നിർത്താനുള്ളൊരു ഓപ്ഷനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മളൊരു ബസ്സിൽ ബ്രേക്ക് സിസ്റ്റം, ബ്രേക്ക് എവിടെ എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ചെറിയൊരു ബസ്സിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിവേഴ്സ് ത്രസ്റ്റ് അടിച്ച് നിർത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വലിയ കപ്പലുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കപ്പലുകൾ നിർത്തി റിവേഴ്സ് അടിക്കാനുള്ളൊരു സാധ്യത ഇല്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസിൽ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരു കാരണവശാലും നോക്കാണ്ടയോ അല്ലെങ്കിൽ ആ ഒരു കപ്പലിലെ ക്യാപ്റ്റൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അപകടം സംഭവിച്ചതല്ല. ബ്ലാക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ആ സംഭവിച്ച സമയത്ത് ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിപ്പോയി ഇവർ. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതോടുകൂടി തന്നെ നേരെ ആ പാലം വന്ന് ഇടിച്ച് തകർത്തു. ആ പാലത്തുമാർ ഒരുപാട് വണ്ടികൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ വണ്ടികളും അതുപോലെ തന്നെ ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനക്കാരൊക്കെ ആ ഒരു നദിയിലേക്ക് വീണു. 6 പേരെ കാണാനില്ല എന്നുള്ള ന്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെരച്ചിൽ അവർ നിർത്താൻ കാരണം എന്താണെന്ന് നോക്കിയപ്പോൾ അവർ ആ നദിയിലെ വെള്ളം ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറം തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി തെരഞ്ഞിട്ട് വലിയ പുരോഗതി ഉണ്ടാവത്തില്ല, കാരണം ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് അവരുടെ പ്രഡിക്ഷൻ. എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള ഒരു അപകടം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലോകത്ത് നെട്ടിച്ചൊരു അപകടമായിരുന്നു. ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു പാലം, ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു പാലം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാലമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു കപ്പലിടിച്ചതിൻ്റെ ന്യൂസ്. ഒരു കാരണവശാലും ഇതിൻ്റെ കറക്റ്റ് ന്യൂസ് എന്താണെന്നുള്ളത് ആ കമ്പനി പുറത്ത് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ഈ കപ്പലൊരു മലയാളിയുടെ കപ്പലാണ്, ഒരു പാലക്കാട്ടുകാരൻ മലയാളിയുടെ കപ്പലാണ്. ആ കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. എന്തായാലും ആ ഒരു കപ്പലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊന്നും പുറത്തോട്ട് അവർ വിടൂല. പക്ഷെ നമുക്ക് ആ ഒരു ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സീമാനും മനസ്സിലാവുന്നതാണ് എന്താണ് ആ കപ്പൽ സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നു എന്നുള്ളത് മാത്രം. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു കപ്പൽ ഇടിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇതുപോലെ തന്നെ ഈ കപ്പലിനെ കുറിച്ചുള്ള വീഡിയോകളും കടലിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ കപ്പലിൽ ജോലി ചെയ്യാൻ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ വിശദമായിട്ട് നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇടുന്നത് വരെ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ റാഷിദ്. ബൈ ബൈ.